ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് ചിക്കൻ ബോളാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസി ആയിട്ടാണ് നമുക്ക് ഈ സ്നാക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഫില്ലിംഗ് ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചേർക്കേണ്ടത്. മണമുള്ള എണ്ണ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി അല്ലി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി അല്ലി എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഇതുപോലെ ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ സവാളയുടെ ഒരു പകുതി സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു സവാള കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ഫ്ലെയിം നമുക്ക് എല്ലാ സമയത്തൊന്നും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടട്ടെ. കളർ മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ട് കിട്ടിക്കോളും. ഇതുപോലെ ഒരു അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ചെറിയ ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ നീളത്തിലൊന്ന് നല്ലതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആ ക്യാരറ്റ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ നീളത്തിൽ അരിഞ്ഞെടുത്ത ക്യാബേജും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. നല്ലതുപോലെ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും എല്ലാം ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 250 ഗ്രാം അളവിൽ ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയെടുത്തിട്ട് അത് ഒന്ന് കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ടോ നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത ചിക്കനാണ് ആ 250 ഗ്രാം അളവിൽ ചിക്കനും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ ഇതുപോലെ നമ്മളൊന്ന് വേവിച്ച് തന്നെ ചേർത്തേക്കണം. ചിക്കനും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ടിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ ഈ ചിക്കൻ വേവിച്ചെടുത്ത സമയത്ത് നമ്മളൊരു അല്പം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പ് കൂടിപ്പോകരുത്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി വേണ്ടത് സോയ സോസാണ്. 1 ടീസ്പൂൺ അളവിൽ സോയ സോസും കൂടി ചേർക്കാവുന്നതാണ്. കൂടെ ചെറിയ ഉരുളക്കിഴങ്ങിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 1 ഉരുളക്കിഴങ്ങ് മതിയാവും, അതും കൂടി ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ കംപ്ലീറ്റ് മസാലകളും ഒന്ന് പിടിച്ച് കിട്ടുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ചിലർക്കെങ്കിലും ടൊമാറ്റോ സോസ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 5 ബ്രെഡ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ പൊടിച്ച് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോട് കൂടി തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇതിനോടൊപ്പം നമുക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ കോൺഫ്ലോറും കൂടി. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബ്രെഡിലേക്ക് അധികം എണ്ണ വലിച്ചെടുക്കില്ല, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. അപ്പോൾ കോൺഫ്ലോർ ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ വേണ്ടത് വളരെ കുറച്ച് ഒരല്പം മാത്രം പാൽ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഒരല്പം പാലും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് വേറെ ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് നല്ലതുപോലെ നമ്മൾ പാൽ ചേർക്കരുത്, ഞാൻ പ്രത്യേകം പറഞ്ഞതൊന്ന് ഓർത്തേക്കണം. നന്നായിട്ട് പാൽ ചേർക്കരുത്, ഇച്ചിരി ഡ്രൈ ആയിട്ട് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. ഈ ഒരു രീതിക്ക് വളരെ കുറച്ചായിട്ട് പാൽ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. എങ്ങാനും പാൽ കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ 2-3 ബ്രെഡ് കൂടി ഒന്ന് മിക്സർ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചതിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ കറക്റ്റായി കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റിയിട്ട് കയ്യിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. മാക്സിമം നന്നായിട്ട് തന്നെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു വലിപ്പത്തിന് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണമെന്ന് ആവശ്യമില്ല. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം അളവിന് വേണമോ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് നന്നായിട്ട് തന്നെ ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഷേപ്പ് വേണമെന്നില്ല. നമുക്ക് പറ്റുന്ന രീതിക്ക് ഒന്ന് ഷേപ്പായിട്ട് എടുക്കാം. നല്ലതുപോലെ തന്നെ ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാനും പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഒരുപാട് ഇങ്ങനെ ബോളിൻ്റെ ഷേപ്പ് പോലെ വരണം എന്നില്ല. ഈ ഒരു രീതിക്ക് തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഇതുപോലെ ഫില്ലിങ്ങൊക്കെ വെച്ച് ഒന്ന് നിറച്ച് തന്നെടുക്കാം. ഈ ഒരു രീതിക്ക് ഫില്ലിംഗ് എല്ലാം നമ്മുടെ ഈ ബ്രെഡിനുള്ളിൽ ഞാൻ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഒരു 2 മുട്ട ഞാനിന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി. ഇനി നമുക്ക് വേണ്ടത് ഇതിന്ന് ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിയിലേക്കൊന്ന് ചേർത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നേരെ തന്നെ ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. 2 ലെയർ കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ലെയർ നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇത് വീണ്ടും ഒന്നും കൂടി മുട്ടയുടെ മിക്സിയിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്മുടെ ബ്രെഡ് ക്രംസ് കൂടുതലായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ബോൾസ് എല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് തുടർന്ന് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസ് ചെയ്തും വെക്കാം. അതായത് ഇത് നല്ലൊരു സിപ്പ് ലോക്കറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലേക്കോ മാറ്റി ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. 2 വീക്സ് വരെ നമുക്കിത് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. എപ്പോഴാണോ നമുക്ക് പൊരിക്കേണ്ട ആവശ്യം അതിനൊരു 1/2 മണിക്കൂർ മുമ്പേ എടുത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ലതുപോലെ ആ തണുപ്പ് മാറിയതിന് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഉടൻ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് പൊരിച്ചെടുക്കേണ്ട എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം ബ്രെഡ് ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് പുറം ഭാഗത്തെ ആ ഒരു കളറ് മാറിപ്പോകും. നമ്മുടെ ഈ ബോൾസ് എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് എത്രത്തോളം മൊരിച്ചെടുക്കണം എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൊരിച്ചെടുക്കാം. അതായത് നല്ലപോലെ പുറംഭാഗം ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നതാണ്. അതല്ല ചെറിയൊരു ക്രിസ്പിനെസ് മുകളിൽ മതിയെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ബ്രെഡ് ആയതിൻ്റെ പേരിൽ നമ്മളിത് ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് ഞാനിത് ഫ്രൈ ചെയ്യുന്നില്ല. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതിന്നും കുറച്ചും കൂടി കളർ മാറിയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് എത്രത്തോളം ക്രിസ്പിയും രുചികരവുമായിട്ടുള്ളൊരു സ്നാക്കാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ ബ്രെഡ് ചിക്കൻ ബോൾ നമുക്ക് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.